കേട്ടുകേൾവിയില്ലാത്ത സംഭവം, ഞെട്ടിപ്പിക്കുന്നൊരു കേസ്. ആലപ്പുഴ കരുവാറ്റയിൽ ഒരു 13-കാരി വയോധികനെ കൊലപ്പെടുത്താൻ, ഉറ്റബന്ധുവായ വയോധികനെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്ത കേസ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 13-കാരിയായ പെൺകുട്ടിക്ക് കൊല്ലപ്പെട്ട ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് മുൻപും പറഞ്ഞുവെന്നാണ് മൊഴി. ആൺസുഹൃത്തിനോട് കൊന്നില്ലെങ്കിൽ താൻ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞു. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപും പെൺകുട്ടിയും ശിവൻകുട്ടിയുമായി വഴക്കുണ്ടായി. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന മൊഴിയും പോലീസ് പരിശോധിക്കും. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായപ്പോൾ പെൺകുട്ടി നൽകിയ മൊഴി, ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടിയിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായി, ബാഡ് ടച്ച് ഉണ്ടായി, അതിന്റെ വിരോധമാണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ്. പക്ഷേ അതിൽ പോലീസ് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ആ പെൺകുട്ടിയുടെ മൊഴി, അതോടൊപ്പം മറ്റ് പ്രതികളുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ, പോലീസിന്റെ കണ്ടെത്തലുകൾ എത്രത്തോളം നിർണായകമാണ്? ടോമെ, ഈ കേസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പെൺകുട്ടി പറഞ്ഞ ചില കാര്യങ്ങൾ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒന്ന്, ഈ തുടക്കം മുതൽ തന്നെ പല ഘട്ടങ്ങളിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ശിവൻകുട്ടി അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ കുട്ടിയുടെ സൗഹൃദങ്ങളെ സംബന്ധിച്ചൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ശിവൻകുട്ടിയെ താൻ കൊലപ്പെടുത്തുമെന്നുള്ള വിവരം ഈ കുട്ടി പറഞ്ഞതായി ഉള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതായത് മുൻവൈരാഗ്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുട്ടിയുടെ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാഡ് ടച്ച് ഉണ്ടായി, ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ആ കുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നു. അതായത് ആ വേർഡ് തന്നെയാണ് ഉപയോഗിച്ചത്, ബാഡ് ടച്ച് എന്നുള്ളത്. പക്ഷെ അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചോദ്യം ചെയ്യലിലെ ഒരു ഘട്ടത്തിലും ഈ കുട്ടി പുലർത്തിയിരുന്നിട്ടുള്ള ഒരു രീതി, അത് പോലീസിനെ അതിശയിപ്പിച്ചു എന്ന് തന്നെ പറയാം. വലിയ രീതിയിൽ അത്തരത്തിൽ ഒരു കോൺഫിഡൻസ് കാണിച്ചു എന്നുള്ളതാണ്. അതായത് തെളിവുകൾ നിരത്തി പോലീസ് സംസാരിക്കുമ്പോൾ പോലും താനത് ചെയ്തിട്ടില്ല എന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ആ കുട്ടി പറഞ്ഞു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കൗമാരക്കാരായ ആൺസുഹൃത്ത് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായി പറഞ്ഞു അവർ ചെയ്ത കാര്യങ്ങൾ. പക്ഷെ ഈ പെൺകുട്ടി ഒരു ഘട്ടത്തിലും ഇതൊന്നും പറയാൻ തയ്യാറാണ്. അങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് എല്ലാ കാര്യത്തിലും അവൾ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ അയൽവാസികളോടൊക്കെ സംസാരിച്ചപ്പോൾ ഇവിടെ പല ആളുകളും അവർ സുഹൃത്തുക്കളായി വരാറുണ്ട്. സുഹൃത്തുക്കളുടെ ഒരു കൂടിച്ചേരൽ നടക്കുന്ന ഒരു ഇടം കൂടിയാണ് ആ വീട് എന്നുള്ളതാണ്. അതൊക്കെ ആ വീട്ടിനകത്ത് ചില തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൗമാരക്കാരുടേതായ സൗഹൃദങ്ങളെയൊക്കെ സംബന്ധിച്ച തർക്കങ്ങൾ അവിടെ നിലനിന്നിരുന്നു. മറ്റൊന്നൊരു ബ്രോക്കൺ ഫാമിലി എന്നുള്ള ഒരു പ്രശ്നം കൂടി കുട്ടിക്കുണ്ടായിരുന്നു. അമ്മ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യാനായി പോയി. പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് അത്ര രസത്തിലല്ല, അത്ര മേൽ സ്നേഹമില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി സംസാരിച്ചെന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ തുടക്കം മുതൽ തന്നെ തൻ്റെതായ ഒരു സ്വാതന്ത്ര്യം ആസ്വദിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്ന ഒരു നിലപാട് കൈക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1.5 വർഷമേ ആയിട്ടുള്ളൂ ഈ മറ്റേ കൂടെ ഉണ്ടായിരുന്ന ആള്, ഇപ്പൊ ശിവൻകുട്ടിയുടെ ഭാര്യയും ഈ കുട്ടിയും ഒക്കെ ആയിട്ട് ആ വീട്ടിൽ താമസം ആരംഭിച്ചിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ വീട് പണി, അതായത് ശിവൻകുട്ടിയുടെ മകളുടെ വീട് പണി ആയി ബന്ധപ്പെട്ടാണ് കൊല്ലത്തു നിന്നും ശിവൻകുട്ടി ഇവിടേക്ക് വരുന്നത്. അപ്പോൾ 6 മാസത്തോളായുള്ളൂ അങ്ങനെ അദ്ദേഹം വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് ഇവരുടെ അമ്മയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സ്കൂളിൽ ഉൾപ്പെടെ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, തനിക്ക് വേണ്ടത്ര പണം ലഭിക്കുന്നില്ല, തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നൊക്കെ ആ കുട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അധ്യാപകരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കരുവാറ്റയിലേക്ക് വന്നിരിക്കുന്നത് കുട്ടി നൽകിയപ്പോൾ പെൺകുട്ടി പോലീസിന്റെ ചോദ്യം ചെയ്യലില് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് തനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും പരിഗണനയും ഒരു കരുതലും കിട്ടിയിരുന്നില്ല എന്ന്.
നമുക്കറിയാം ഈ കേസിന്റെ ഒരു പ്രത്യേകത പോലും ഒരു 13-കാരിയാണ് കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത്. അതും ഏറ്റവും അടുപ്പമുള്ള ഒരാളെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകുന്നു. അതായത് കാമുകനെയും സുഹൃത്തുക്കളെയും ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ കൗമാരക്കാർ തോക്കെടുത്ത് കൂട്ടക്കുരുതി ചെയ്യുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അമ്പരപ്പുണ്ടാകാറുണ്ട്. കാരണം കേരളത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഒരു സംസ്കാരം പോലും അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളും ഒക്കെ ഒന്നിച്ച് കഴിയുന്ന ആ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ച് വളരുന്ന ഒരു സംസ്കാരമാണെങ്കിൽ അങ്ങനെ ഒരു നാട്ടിലാണ് ഇതുപോലെ ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ഒരു കൊലപാതകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ കേസിന്റെ ഒരു പ്രത്യേകത തന്നെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചൊരു സംഭവം അത് തന്നെയാണ്. പക്ഷെ അതിൽ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് 2 വാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. കാരണം ആ പെൺകുട്ടിയുടെ ജീവിത സാഹചര്യം, സമൂഹം, കുടുംബം, ഇതൊക്കെ ഒരു അവളെ ഈ രീതിയിൽ ചിന്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഇവര് ലഹരി ഉപയോഗിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചില സംശയങ്ങളൊക്കെ പോലീസ് തുടക്കത്തിൽ പ്രകടിപ്പിച്ചിരുന്നല്ലോ. ശരണ്യ, ടോമെ ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളത് ചോദ്യം ചെയ്യൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുട്ടി അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഒരിക്കലും പൊട്ടിക്കരഞ്ഞിട്ടില്ല. വളരെ ബോൾഡായിട്ട് നിന്ന് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പോവുകയാണ് എന്നുള്ളതാണ്. അതായത് ഒരു കൂസലുമില്ലാതെ ആ കുട്ടി മറുപടി പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അവരെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ ഉത്തരങ്ങൾ പറയുന്നതിന് യാതൊരു മടിയുമില്ല. അതായത് കൃത്യമായ ബോധ്യമുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ കള്ളമാണ് എന്നുള്ള ബോധ്യത്തിൽ പോലും ആ കുട്ടി എവിടെയും അത് അംഗീകരിച്ചു കൊടുക്കാനായി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെ അവർ ഞെട്ടി എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല ഈ ചോദ്യം ചെയ്യലിന്റെ വേളയിലൊക്കെ തന്നെയും ഈ കൃത്യമായ പ്ലാനിങ്, അതായത് ഇതിന്റെ ആസൂത്രണം പൂർണ്ണമായും ഈ 13-കാരിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടിൽ കൃത്യമായി എത്തുന്നു, ഈ ആൺസുഹൃത്തിനോട് ഉൾപ്പെടെ വരാൻ പറയുന്നു, വരേണ്ട ഭാഗങ്ങൾ, അതായത് എങ്ങനെ കയറണം എന്നുള്ള ഭാഗങ്ങൾ കാണിച്ചു നൽകുന്നു. അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് പോകുന്ന ദിവസം വീടിന്റെ ലോക്കർ, അതായത് അലമാരിയുടെ സ്വർണ്ണമിരിക്കുന്ന ഭാഗത്തെ ലോക്കർ തുറന്നു വെക്കുന്നു, മുളക് പൊടി എടുത്ത് വിതറുന്നതിന് വേണ്ടി കാണുന്ന രീതിയിലേക്ക് എടുത്തു വെക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും കുറച്ച് ദിവസങ്ങളായി നീണ്ടുനിന്ന കൃത്യമായ പ്ലാനിങ്, അത് ഈ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ ഡയറക്ഷൻ കൊടുക്കുന്നത് ഈ കുട്ടിയാണ്, ഈ കൗമാരക്കാരായ ആൺസുഹൃത്ത് ഉൾപ്പെടെയുള്ളവർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിനായി ആ കുട്ടി നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അവളുടെ ജീവിത സാഹചര്യങ്ങൾ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും, അത് ബാധിച്ചിട്ടുണ്ടാകാം. ബന്ധുക്കളുടെ കൂടെ കുട്ടി നിന്നിട്ടുള്ളത്, രക്ഷകർത്താക്കളുടെ സ്നേഹമോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ലാവും. പക്ഷേ എങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് മറ്റൊരു ക്രിമിനൽ വാസനയുള്ള രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം പറയാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല ഈ ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു കോളുകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. വീഡിയോ കോൾ വിളിച്ച് ഇത് കൊലപ്പെടുത്തുന്ന രംഗം കാണണമെന്ന് ആവശ്യപ്പെട്ടതും ഈ പെൺകുട്ടിയാണ് എന്നുള്ള ഇതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൺസുഹൃത്തിനോട് കൊലപ്പെടുത്തിയില്ലെങ്കിൽ താൻ കൊലപ്പെടുത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ കൊല്ലപ്പെട്ട ആൾക്കെതിരെ നൽകിയിരിക്കുന്ന ആ മൊഴിയിൽ പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം ആൺസുഹൃത്തും ഈ കുട്ടിയും പറയുന്ന കാര്യങ്ങൾ വിരുദ്ധമാണ് എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ഇത്രയും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഇങ്ങനെ ഒരു കൊലപാതകത്തിന് ഒരു മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച കുട്ടി മറ്റു രീതിയിൽ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത കൂടി ആ കുട്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് പോലീസ് കാര്യങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ അവരുടെ പ്രാഥമികമായി അവർ ഈ വിഷയത്തെ കാണുന്നത്, ഈ കുട്ടി ഉന്നയിച്ച ആരോപണത്തെ കാണുന്നത്, ഇത്രയും പ്ലാൻ ചെയ്ത ഒരാൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ കൂടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അമിതമായ സ്വാതന്ത്ര്യം, അതായത് സ്വാതന്ത്ര്യം വേണം, അതോടൊപ്പം തന്നെ നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ഈ യാത്രകളും അതുപോലെ തന്നെ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ളത് വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു, ഈ കുട്ടി മറ്റ് ലഹരികൾ ഉപയോഗിച്ചിരുന്നു, മദ്യം ഉൾപ്പെടെ മറ്റ് ലഹരികൾ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ആൺസുഹൃത്തുക്കളുമായിരുന്നാണ് അത്തരത്തിൽ ഉപയോഗം. പിന്നീട് ഈ വന്ന കുട്ടികൾ ആയിട്ടുള്ള കൗമാരക്കാരായിട്ടുള്ള ആളുകൾ അവര് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളതൊക്കെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ഗ്യാങ് അവിടെ പരവൂർ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട മുതിർന്ന 19 വയസ്സുകാരനെ
തന്നെയാണ് ഇവർ സ്വർണം കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവര് വന്ന് ഈ കൊലപാതകം നടത്തി തിരികെ പോയത് പോലും അവർ ആഘോഷമായി പോയി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യാതൊരു കുറ്റബോധമോ വെപ്രാളമോ ഒന്നുമില്ലാതെയാണ് ഈ കൗമാര സംഘം ഇതിലേക്ക് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡൽഹി കേസൊക്കെ പരിഗണിച്ച് അന്ന് നമുക്കറിയാം ഡൽഹിയിലെ കേസിനകത്ത് 17 വയസ്സുകാരനായിരുന്നു ഏറ്റവും വലിയ ക്രൂരത ആ പെൺകുട്ടിയോട് കാണിച്ചത്. അപ്പോൾ ഈ കേസിനകത്തും അതുപോലെ വെറുതെ ഒരാളെ കൊലപ്പെടുത്തുകയല്ല, മർദ്ദിച്ച് മൃതപ്രായനായ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭിത്തിയിലൊക്കെ തലയടിച്ചതിന്റെ ആഴത്തിൽ ഉള്ള പരിക്ക് ആ മനുഷ്യന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ കേസ് പരിഗണിക്കുന്ന അതൊരു വാദത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെ ഡൽഹി കേസൊക്കെ പരിഗണിച്ച് ഈ 17-16 വയസ്സിലുള്ളവരുടെ കുറ്റകൃത്യങ്ങളെ അഡൽട്ടിന്റെ പരിധിയിൽ വെച്ച് തന്നെ അതായത് ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ആ രീതിയിൽ തന്നെ വിചാരണ ചെയ്യണം എന്നുള്ള ആ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പിടിക്കപ്പെട്ടവർ ആരും തന്നെ അത്ര നിഷ്കളങ്കമായി പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബോധമില്ലമേൽ ഈ പ്രവൃത്തിയിലേക്ക് വന്നതെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കൃത്യമായ പ്ലാനിങ് ഓരോ ഘട്ടത്തിലും തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടി വീട്ടിലേക്ക് ഞായറാഴ്ച എത്തുന്നു. മുത്തശ്ശന്റെ ഈ ശിവൻകുട്ടിയുടെ ഫോണിലേക്ക് പ്രായത്തിന്റെ ആനുകൂല്യം ഇവർക്ക് കൊടുക്കരുത്. കൊടും കുറ്റവാളികളുടെ മനസ്സാണ്. ഈ പ്രായത്തിന്റെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങും. വീണ്ടും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് നൽകുന്ന, അതായത് ഒരു കൊടും കുറ്റവാളിക്ക് എന്ത് ശിക്ഷയാണോ നൽകേണ്ടത് അതേ രീതിയിൽ തന്നെ ഈ കേസിനെയും പരിഗണിക്കണം. കാരണം അത്രയ്ക്കും മൃഗീയമായ രീതിയിൽ ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൂരകൃത്യമാണ് ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന്, ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കുട്ടികളെന്ന് 13, 16, 17 ഒക്കെ വയസ്സ് പ്രായമുള്ളവരാണ്. പക്ഷേ അത് കുട്ടികളുടെ മനസ്സല്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ജസ്റ്റിസ് കമാൽ പാഷ അടക്കം ഇക്കാര്യത്തിൽ ചില ഉദാഹരണങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരം ആനുകൂല്യങ്ങൾ, പ്രായത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് കൊടുക്കരുത് എന്ന അഭിപ്രായമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസ് ആ രീതിയിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്നത് പച്ചക്കള്ളമാണ്. മൊഴികൾ വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രതികളുടെ എല്ലാവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതോടൊപ്പം അവർ നുണകൾ പറയുന്നുണ്ട്. ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ചൂഷണം ഈ കൊല്ലപ്പെട്ടയാളുടെ ഭാഗത്തു നിന്ന് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം വിശദമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.